ജോർജ് ജോസഫ്, ഇവിടെ ഇന്നിപ്പോൾ മൊഴിയെടുക്കൽ തുടങ്ങിയിരിക്കുന്നു. ആദ്യം സിദ്ദിഖിനെതിരെ പരാതി നൽകിയ പരാതിക്കാരുടെ മൊഴി വളരെ വിശദമായി തന്നെ എടുത്തു. അതിഗുരുതര ആരോപണം അവർ ഉന്നയിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നമ്മളോട് ഈ പരാതിക്കാരി സംസാരിക്കുമ്പോൾ പരാതി കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം അത് പരാതിയിലേക്ക് പോകുന്നു. കൂടുതൽ പരാതിക്കാർ ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ പരാതിയുമായി എത്തുകയാണ്. അതിൻ്റെ ഒരു നിയമവഴി എങ്ങനെയാകും? പോലീസിന് മുന്നിൽ ഈ മൊഴി നൽകുന്നവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്, അതിൻ്റെ മുന്നോട്ടുള്ള വഴികൾ എത്രത്തോളം സങ്കീർണവും എത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്കാണ് ഇന്ന് നമ്മൾ കണ്ട മൊഴിയെടുക്കൽ പോകാൻ പോകുന്നത് ശ്രീ ജോർജ് ജോസഫ്? ഇന്നത്തെ മൊഴിയെടുപ്പ് അവർ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ആ മൊഴി കൊടുത്തത്. അതെ, അതിനുശേഷമുള്ള റിയാക്ഷനൊക്കെ കണ്ടു. അവിടെ അവരുടെ മൊഴി വന്ന് എടുത്തു. അതൊരു 376 വന്നു കഴിഞ്ഞു. പീഡനം തന്നെയാണ്, സെക്ഷുവലായിട്ടുള്ള പീഡനം തന്നെയാണ്. അപ്പോൾ അത് ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പിലോട്ട് വന്നു. അവരെ 164 മൊഴി എടുക്കാൻ കോടതി അതേ രീതിയിൽ പോയി അവരുടെ മൊഴി രേഖപ്പെടുത്താനും ഇപ്പം നടപടിയിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ആ കേസ് വളരെ സ്ട്രോങ് ആണ്. അത് സിദ്ദിഖ് അതിൻ്റെ പ്ലേസ് ഓഫ് അഗ്രഷൻ ട്രിവാൻഡ്രത്താണ്. മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ അന്ന് ഒരു മുറിയെടുത്ത സിദ്ദിഖിൻ്റെ തീർച്ചയായിട്ടും അവിടുത്തെ രജിസ്റ്ററിനകത്ത് നമ്പർ കാണും, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കാണും, ആൻ്റെ പണം കൊടുത്തതിൻ്റെ കാണും. ഇവരവിടെ വന്നതിൻ്റെ റെക്കോർഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അന്നത്തെ സ്റ്റാഫ് ഐഡൻറ്റിഫൈ ചെയ്യും, സിനിമാ താരങ്ങളല്ലേ. അപ്പോൾ സിദ്ദിഖിൻ്റെ കേസ് കുറച്ച് സ്ട്രോങ് ആണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹൈക്കോടതി പറയും എന്നെനിക്ക് തോന്നുന്നത് സെഷൻസ് കോടതി സറണ്ടർ ചെയ്യാൻ. 376 നോൺ ബെയിലബിളാണ്, കോഗ്നിസബിളാണ്. സെഷൻസ് കോടതിയിൽ നിന്ന് മാത്രമേ ഒരു ജാമ്യം തുടക്കത്തിൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഹൈക്കോടതി അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാനൊക്കെ 376 ആയതുകൊണ്ട്. അതുപോലെ തന്നെ മുകേഷിൻ്റെ കാര്യത്തിൽ 2-3 പേര് ആരോപണം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുകേഷ് ഒരു കൗണ്ടർ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. കാരണം 2009 ആരോപണം പറയുന്നതെങ്കിലും അതിനുശേഷം ആ നടി തൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയോളം പണം ചോദിച്ചു എന്ന് മുകേഷ് ഒരു ഡിഫൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ചോദിച്ചോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കും. ഏതായാലും അതിൻ്റെ വൈരാഗ്യത്തിൽ, പണം കൊടുക്കാത്ത വൈരാഗ്യത്തിലാണ് ഈ ഒരു ആരോപണം വന്നതെന്നുള്ളതാണ് മുകേഷിന് മെയിനായിട്ടും പറയുന്നത്. എങ്ങനെ 2-3 സ്ത്രീകൾ അല്ലെങ്കിൽ നടികൾ മുകേഷിനെതിരായിട്ട് ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം, അമ്മയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന കീ പേഴ്സൺസ്, ആ 15 പേരിൽപ്പെട്ടവരെ മിക്കവാറും എല്ലാവർക്കും ആരോപണം വിധേയരാണ്. അവർക്കെതിരായിട്ടെല്ലാം ബാബുരാജ് ഉൾപ്പെടെ, അതുപോലെ ഇപ്പം സിദ്ദിഖ് വന്നു. അതുകൊണ്ട് മഹാ നടന്മാർ ഒളിച്ചോടി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. അവരുടെ പേരിലും ആരോപണം തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് മലയാള സിനിമയിൽ ഈ ആരോപണ വിധേയരെല്ലാവർക്കും എതിരായിട്ട് കേസുണ്ടാവും. കാരണം അവർ ഇന്ന് വരെ ആദ്യമായിട്ട് അവർ പേടിയോടുകൂടി തന്നെയാണ് മൊഴി കൊടുക്കുന്നത്. ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. പോലീസ് അത് കറക്റ്റ് ചെയ്തോളും. കാരണം അത് അവർ തെറ്റായിട്ട് ആരെങ്കിലും, നേരത്തെ ഉഷ പറഞ്ഞ പോലെ ആരെങ്കിലും ഇതിനകത്ത് മനഃപൂർവ്വം കരിവാരി തേക്കാനുണ്ടെങ്കിൽ അത് പോലീസിന് മനസ്സിലാവും. അവർ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന നടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും പോലീസിന് അവരുടെ കൂടെ നിൽക്കില്ല. സത്യസന്ധമായിട്ട് മാത്രമേ പോവുള്ളൂ. കാരണം ഇതിനകത്ത് നല്ല വെറ്ററൻ ഓഫീസേഴ്സാണ്. പ്രത്യേകിച്ച് IG സ്പർജൻ കുമാർ വളരെ സത്യത്തിനൂടെ നിൽക്കുന്ന മനുഷ്യനാണ്. അത് നമുക്ക് നേരത്തെ പല കേസിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള IPS ഓഫീസേഴ്സ് എല്ലാവരും ഹോണസ്റ്റാണ്. അതിന് 2 കേരള സബ് ഇൻസ്പെക്ടറായിട്ട് വന്നവർ 2 പേരും, അജിത്തുണ്ട് IPS കാരനെ, അയാൾക്ക് IPS കിട്ടി, AIG ആണ്, മറ്റേ SP ഉണ്ട്. അവരൊക്കെ നല്ല വെറ്ററൻ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ലീഗൽ ഫൈറ്റിന് പോയാൽ ആ കേസ് സത്യസന്ധമായിട്ടുള്ളൊരു കേസാണെങ്കിൽ രക്ഷയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, ഉന്നയിക്കുന്ന ഗുരുതര ആരോപണമാണ്. അതിനെതിരായ നിയമങ്ങൾ നമുക്കറിയാം. അത് നമുക്ക് നോക്കാം ആ വ്യവഹാര വഴി ഏത് വഴി.